അങ്ങനെ ബാലചന്ദ്രനും മനുവും തമ്മിലുള്ള സംഭാഷണം ഒരു പരിഹാരവുമില്ലാതെ അവസാനിച്ചു. ബാലചന്ദ്രൻ മനുവിനോട് എന്തൊക്കെയോ മന്ത്രിച്ചു. അത് കേട്ട മനുവിന് ചിലതെല്ലാം മനസ്സിലായെങ്കിലും അതിന്റെ പൂർണ്ണത ബോധ്യമായില്ല. ബാലചന്ദ്രൻ തന്റെ ഉള്ളിൽ ഒരു വലിയ രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. അത് പുറത്തു പറയാൻ അദ്ദേഹത്തിന് അതിയായ ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടാണ് അലീനയെ ഇവിടെ തന്നെ നിർത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അലീന ഇവിടെ തന്നെ നിൽക്കട്ടെ. അവൾ ഒരു വേലക്കാരിയായി, ഒരു ഹോം നേഴ്സായി ഈ വീട്ടിൽ തന്നെ തുടരട്ടെ. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അവൾ അറിയട്ടെ. ബാലചന്ദ്രൻ തീർത്തും പറഞ്ഞു. അവൾ അവളുടെ കടമകൾ നിർവഹിക്കുന്നു. അതിനെ എതിർക്കാൻ എന്ത് ന്യായം? മനുവിന് മനസ്സിലായി. ഈ വിഷയത്തിൽ ബാലചന്ദ്രനുമായി സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. തന്റെ അങ്കിളിന്റെ പിടിവാശി അലീനയെ ഇവിടെ നിന്നും പോവാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. മനു താഴേക്ക് ഇറങ്ങിച്ചെന്നതും വൈജയന്തിയുടെ തീവ്രമായ ചോദ്യങ്ങൾ അയാളെ എതിരേറ്റു. വൈജയന്തിയുടെ മനസ്സിൽ ആളിക്കത്തിയ കോപം അഗ്നിയെപ്പോലെ കത്തിയെരിഞ്ഞു. അല്ല മനു, നിന്റെ അങ്കിൾ എന്താ പറഞ്ഞത്? അവളെ പറഞ്ഞയക്കാൻ ഇപ്പോഴും അയാൾക്ക് എന്താ തയ്യാറല്ലേ? അവളിൽ നിന്ന് അയാൾക്ക് എന്താണ് കിട്ടിയത്? അയാൾക്ക് കുടുംബം വേണ്ടേ? ഇപ്പോ അലീനെ മാത്രം മതി എന്നാണോ? വൈജയന്തിയുടെ സ്വരം വേദനയും അമർഷവും നിറഞ്ഞതായിരുന്നു. കുടുംബ ബന്ധം തകരുമോ എന്ന ഭയം അവളെ ഒരുപാട് അലട്ടിയിരുന്നു. മനു ശാന്തനാകാൻ ശ്രമിച്ചു. എന്റെ പൊന്നാൻറ്റി, ഒന്ന് നിർത്തുന്നുണ്ടോ? ആന്റി സത്യത്തിൽ അങ്കിളിനെ കുറിച്ച് സമാധാനം കൊടുക്കുവോ? അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളത്. അല്ല, അലീന ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ആന്റിക്ക് എന്ത് പ്രശ്നമാണുള്ളത്? ആന്റിയുടെ ജോലിയോ അധികാരങ്ങളോ ഒന്നും അവൾ തട്ടിയെടുത്തിട്ടില്ലല്ലോ. ഈ വീട്ടിൽ അവൾ നിൽക്കുന്നത് കൊണ്ട് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മനുവിന്റെ വാക്കുകൾ വൈജയന്തിക്ക് അസ്വസ്ഥതയുണ്ടാക്കി. അവൾ വിളമ്പി ഉണ്ടാക്കി തരുന്നുണ്ട്, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ അങ്ങളെ നന്നായിട്ട് തന്നെ ശുശ്രൂഷിക്കുന്നുണ്ട്. അതിനല്ലേ നമ്മൾ അവളെ പിന്തുണയ്ക്കേണ്ടത്? ആന്റിയോട് അവൾ വിരോധം എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ പെരുമാറ്റം? വൈജയന്തിയുടെ മുഖം കോപത്താൽ ചുവന്നു. മതി മനു, നിർത്ത്. നീ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഇവിടെ വന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. നീ ഇപ്പോഴും അലീനയെ പിന്തുണച്ച് സംസാരിക്കുകയുള്ളൂ. അവൾ ഈ വീടിന്റെ പടി കടന്നു വന്ന അന്നേ ദിവസം മുതലാണ് ഈ വീടിന്റെ നാശം ആരംഭിച്ചത്. അതുകൊണ്ട് അവളെ ഇവിടെ വെച്ചു പൊറുപ്പിക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവളുടെ വാക്കുകളിൽ ഉറച്ച തീരുമാനത്തിന്റെ കടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാജീവേട്ടനെ വിളിച്ചതും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഒത്തുതീർപ്പാക്കിയതും. എന്നിട്ട് നീ വന്ന് ഇതിൽ ഇടപെട്ടത് ശരിയാവില്ല. മനു, മര്യാദക്കൊരു കാര്യം ചെയ്യ്. നീ അവളെ കൊണ്ടുവന്നതാണെങ്കിൽ നീ തന്നെ അവളെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോയിക്കോ. നീ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ അവളെ അങ്ങ് കല്യാണം കഴിച്ച് കൊണ്ടുപോയിക്കോളൂ. എനിക്കതിൽ യാതൊരു വിരോധവും ഇല്ല. നീ അവളെ കല്യാണം കഴിക്കുവോ ഇവിടെ നിന്ന് കൊണ്ടുപോകുവോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ എൻ്റെ വീട്ടിലേതായാലും അവൾ ഇനി വേണ്ട. അവളെ ഞാൻ ഏതായാലും ഇനി ഇവിടെ വെച്ച് പൊറുപ്പിക്കത്തില്ല. വൈജയന്തിയുടെ വാക്കുകൾ മനുവിന്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കി. അവൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്നോ? അവൾക്ക് ഇവിടെ നിന്നും പോവാൻ പറ്റില്ലെന്ന്. അവൾക്ക് പോയാൽ എന്ത് പ്രശ്നം വരാനാണ്? ദേ, കൃഷ്ണമോള് പോലും അവളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൃഷ്ണമോള് പോലും പറയുന്നത് അവൾ ഇവിടെ നിൽക്കരുതെന്നാണ്. എന്റെ അമ്മ അവളില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്ന് എന്റെ അമ്മ പോലും സംസാരിക്കുന്നത് അവൾ ഇവിടെ നിൽക്കണ്ട എന്ന് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഏതായാലും അലീന ഫാൻസുകാർ ആരും തന്നെയില്ല. അതുകൊണ്ട് ഞാനും പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ അലീനയെ ഇവിടെ നിന്നും എങ്ങോട്ടേക്കാന്ന് വെച്ചാ കൊണ്ടുപോയിക്കോ. വൈജയന്തിയുടെ ദേഷ്യം വാക്കുകളായി ഒഴുകി. ഇനി കഴക്കൂട്ടത്തേക്കാണെങ്കിൽ അങ്ങോട്ടേക്കും കെട്ടിച്ചോ. ഈ സ്നേഹനികേതനത്തിൽ ആരുമില്ല. ആ സ്നേഹനികേതനത്തിൽ ആരുമെങ്കിലും അവൾ ആ പ്രേതാലയത്തിൽ പോയി കിടന്നോട്ടെ. വൈജയന്തിയുടെ ഈ ക്രൂരമായ വാക്കുകൾ മനുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആന്റിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അലീന ഇവിടെ നിൽക്കരുത്, അതല്ലേ? ഞാനും ഇപ്പോൾ അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇനി നിങ്ങളുടെയൊക്കെ വായിലിരിക്കുന്നത് കേട്ടിട്ട് അവളെ ഇവിടെ വെറുപ്പിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. സ്നേഹനികേതൻ എന്നതും കുടുംബം എന്നതും രണ്ടാണ് എന്ന് അവൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. മനുവിന്റെ വാക്കുകൾ വേദനയുടെ സ്പർശമുണ്ടായിരുന്നു. അവൾക്ക് ഒരു ധാരണയുണ്ടായിരുന്നു, ഒരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ സ്നേഹം കിട്ടും, പരിഗണന കിട്ടും, അനാഥയായി വളർന്ന അവൾക്ക് സമാധാനം കിട്ടും എന്നൊക്കെ. ആന്റി അതേതായാലും മാറ്റിക്കൊടുത്തു. കുടുംബം എന്നാൽ എന്താണെന്ന് അവൾക്കിപ്പൊ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുടുംബം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ അവൾക്ക് പേടിയാണ്. ഒരു രക്തബന്ധമോ യാതൊരു ബന്ധവുമോ ഇല്ലാത്ത കുറെ പേര് ഒരുമിച്ച് കഴിഞ്ഞ സ്നേഹനികേതനത്തിൽ എത്ര സ്നേഹത്തോടെയാണ് അവർ കഴിച്ചത്. കുറച്ച് ഭക്ഷണമാണെങ്കിൽ പോലും അവർ അത് പങ്കുവെച്ച് സ്നേഹത്തോടെ കഴിച്ചു. അവർക്ക് കുടുംബം എന്താണെന്നും കാണിച്ചു കൊടുത്ത ആന്റി വലിയ ആള് തന്നെയാണ്. ഒരു നിമിഷം മനു അത് പറഞ്ഞു നിർത്തി. ബാലചന്ദ്രൻ അങ്കിളുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ആന്റിയോട് ഏതായാലും നല്ല ദേഷ്യമുണ്ട്, അതെനിക്ക് മനസ്സിലായി. അവൾ ഇവിടെ നിന്നും പോവണം. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകണം. അതല്ലേ ആന്റിക്ക് വേണ്ടത്? എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്തോളാം. ആന്റി ഇപ്പൊ മാറി നിൽക്ക്. ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന സമയത്തിന് അലീന അടുക്കളയിലെ മൂലയിൽ തകർന്ന മനസ്സുമായി ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബാലചന്ദ്രന്റെ സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു എന്നറിഞ്ഞ നിമിഷം അവൾ ആകെ തകർന്നു പോയി. ബ്രിജിത്ത മമ്മിയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ ഒരു ഇടിമുഴക്കം പോലെ അലയടിച്ചു. നീ അവർക്കൊരു ബാധ്യതയാകരുത് മോളെ.
നീ അവരുടെ മകളാണെന്ന് അറിയുകയോ ചെയ്യാൻ പാടില്ല. നിന്റെ വായിൽ നിന്ന് അതൊരിക്കലും വീണു പോവരുത്. ആ വാചകം ഒരു പ്രതിജ്ഞ പോലെ, ഒരു ശാപവാക്ക് പോലെ അവളുടെ തലയിൽ ഭാരം ചുമത്തി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നിലത്ത് കാലുകൾ മടക്കി തലയിൽ കൈവച്ച് താങ്ങിയിരിക്കുകയാണ് അവൾ. വല്ലാത്തൊരു അസ്വസ്ഥത രൂപം കൊണ്ടു. അവളുടെ രൂപം കണ്ടാൽ ആർക്കും സങ്കടം തോന്നും. വിളറി വെളുത്ത പഴയ ഉന്മേഷമില്ലാത്ത അലീന. മനു അടുക്കളയിലേക്ക് കടന്നു ചെന്നു. അലീന. ആ വിളി കേട്ടതോടുകൂടെ തന്നെ അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു. അവൾക്ക് മനുവിനോട് ഒരു പ്രത്യേക ബഹുമാനമുണ്ടായിരുന്നു. എന്താ അലീന ഇത്? ഇവിടെ എന്തായി നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നീ എന്താണ് എന്നോട് ഇതൊന്നും തന്നെ വിളിച്ചു പറയാതിരുന്നത്? ബാലചന്ദ്രൻ അങ്കിളിന് എന്താണ് പറ്റിയത്? വൈജയാന്റിക്കോ നിനക്കോ എന്താണ് സംഭവിച്ചത്? എന്താണെങ്കിലും എന്നോട് വിളിച്ചു പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മനുവിന്റെ വാക്കുകളിൽ ആവലാതി നിറഞ്ഞിരുന്നു. അലീനയ്ക്ക് ഒരക്ഷരം പോലും പറയാൻ കഴിഞ്ഞില്ല. അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അലീന ഇങ്ങനെ ദുർബലമായി മനു ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് കാര്യങ്ങൾ വന്നാലും ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞിരുന്ന ശക്തിയായിരുന്ന അലീന പെട്ടെന്ന് ഇങ്ങനെ തളർന്നു പോയപ്പോൾ മനുവിനും എന്തോ പോലെയായി. എന്താ അലീന ഇത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ പറ. മനു അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. നീ ഇവിടെ നിന്നും പോകുന്നില്ല എന്ന് പറയാൻ കാരണമെന്താ? കഴിഞ്ഞ ദിവസം വരെ നീ എന്നെ വിളിച്ചപ്പോ ഇവിടെ നിന്നും പോവുകയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ മടുത്തു, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നില്ലേ നീ പറഞ്ഞത്? പിന്നെ പെട്ടെന്ന് നിനക്കിത് എന്തു പറ്റി അലീന? നീ പറയേ. അലീനയുടെ കണ്ണുകൾ കണ്ണീർ മുത്തുകൾ പൊഴിച്ചുകൊണ്ട് തന്നെ നിന്നു. അവൾക്ക് സത്യം തുറന്നു പറയാൻ കഴിയില്ലായിരുന്നു. ഇല്ല മനുവേട്ട, ഞാൻ എവിടെ നിന്നും പോകുന്നില്ല. എനിക്ക് പറ്റില്ല മനുവേട്ട, ഞാൻ എവിടെ നിന്നും പോവില്ല. എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത്. പോകില്ല, പോകില്ല, എനിക്ക് പോവാനാവില്ല, അവൾ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. മനുവിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അലീന ഈ കുടുംബത്തിലെ കുട്ടി തന്നെയാണോ? ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞോ എന്നുള്ള യാഥാർത്ഥ്യം മനുവിന് അറിയില്ല. കഥയൊന്നും അറിയാതെ ആട്ടമാടുകയാണ് മനു. അലീന, നീ ഒന്ന് മനസ്സിലാക്ക്. നമ്മൾ കാരണമാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് കരുതിയിട്ടാണ് നിന്നെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞയക്കുന്നത്. നിനക്ക് നല്ലൊരു ജോലി ഞാൻ എറണാകുളത്ത് ശരിയാക്കിയിട്ടുണ്ട്. നീ ഹോം നേഴ്സായിട്ട് നിൽക്കുകയോ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. നിനക്ക് വിദ്യാഭ്യാസമുള്ളതാണ്. ആ ഒരു നിലവാരത്തിൽ ജോലി ഞാൻ നിനക്ക് ശരിയാക്കിയിട്ടുണ്ട്. നിന്നെ ഉപേക്ഷിക്കാനോ മാറ്റാനോ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഇനി നീ ഇവിടെ നിൽക്കണ്ട. നീ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാവർക്കും ഒരു അധിക പറ്റാണ്. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട അലീന. മനുവിന്റെ വാക്കുകൾ അലീനയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. പക്ഷേ അവൾക്ക് ഒരു മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനുവേട്ട, എന്നെ ഒന്ന് വെറുതെ വിടാമോ? പ്ലീസ് മനുവേട്ട, ഞാൻ പറഞ്ഞല്ലോ, എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ എവിടെ നിന്നും പോവില്ല. മനുവേട്ടൻ എന്നെ എത്ര നിർബന്ധിച്ചാലും നേരത്തെ ഞാൻ നിന്ന ആ ഒരു അവസ്ഥയിലൊന്നല്ല ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. മനുവേട്ടനെ അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ എവിടെ നിന്നും പറഞ്ഞയക്കരുത്. വേറൊരു കാര്യം എന്നോട് ചോദിക്കരുത് മനുവേട്ട. എനിക്കതൊന്നും തന്നെ തുറന്നു പറയാൻ കഴിയില്ല. അവളുടെ കരച്ചിൽ വീണ്ടും അണ പൊട്ടിയൊഴുകി. മനുവിനെ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയായി. അവളെ കെട്ടിവലിച്ച് ചാക്കിനകത്തിട്ട് കൊണ്ടുപോവാനൊന്നും മനുവിന് സാധിക്കില്ലല്ലോ. അലീന, നീ ഇവിടെ നിൽക്കാൻ നിർബന്ധം പിടിച്ചാൽ എനിക്ക് നിന്നെ ഇവിടെ നിർത്തിയേ പറ്റുള്ളൂ. കാരണം നിന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോവാൻ പറ്റിയ ഒരു പ്രായമൊന്നുമല്ല. പക്ഷേ പണ്ട് ഞാൻ നിന്നെ പിന്തുണച്ചതുപോലെ ഇനി ഒരിക്കലും എന്റെ ഭാഗത്തു നിന്നും അതുണ്ടാവില്ല. ഞാൻ ഒരിക്കലും അതിന് മുതിരില്ല. മനുവിന്റെ വാക്കുകൾ അവളുടെ നിസ്സഹായതയ്ക്ക് മേൽ ഒരു ഇരുമ്പ് മറയിട്ടു. അലീനയോട് സംസാരിച്ച ശേഷം മനു നിസ്സഹായനായി പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ പറഞ്ഞത്? വൈജയന്തിയുടെ ചോദ്യം ഉടനടി എത്തി. ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഇതിൽ എനിക്ക് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ആന്റി. പിന്നെ അലീനയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഞാൻ ഇതിൽ ഇടപെട്ടു എന്ന് മാത്രം. മനു പറഞ്ഞു. അങ്ങനെ പറയാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? നീ കാരണമല്ലേ അവൾ ഇവിടെ വന്നത്. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ചു കൊടുക്കണം എന്നതുകൊണ്ടാണല്ലോ നീ അതൊക്കെ വിളിച്ചു പറഞ്ഞത്. മരിച്ചു പോയിട്ട് മുത്തശ്ശന്റെ മനസ്സിലിരുന്നതൊക്കെ നീ പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ അത് ബാലചന്ദ്രനും അറിയില്ലായിരുന്നു. മാത്രമല്ല അലീന എന്ന മുടിഞ്ഞവൾ ഇങ്ങോട്ടേക്ക് കയറി വരില്ലായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ നീയല്ലേ മനു? അതുകൊണ്ടാണ് പറഞ്ഞത്, അവൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് കൊണ്ടുപോവേണ്ടത് നീയാണ്. വൈജയന്തിയുടെ സംസാരം ഒരു തർക്കമായി മാറി. ആന്റിയോട് സംസാരിക്കാൻ ഇപ്പൊ തൽക്കാലം എനിക്ക് താല്പര്യമില്ല ആന്റി. ഇവിടെ രണ്ടുപേർ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മത്സരമാണ്. ഇതിനിടയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അലീനയ്ക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ തന്നെ അവൾ ഇറങ്ങിപ്പോയിക്കോട്ടെ. പക്ഷേ അവൾക്ക് ഇവിടെ നിന്ന് പോവണ്ട എന്നാണെങ്കിൽ എനിക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവളെ ഒരിക്കലും എനിക്ക് ഇവിടെ നിന്ന് കെട്ടിവലിച്ച് ചാക്കിനകത്താക്കി കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. അവൾക്കും ഇവിടെ ചില അവകാശങ്ങളുണ്ട്. അവളും ഇവിടെ ജോലി ചെയ്യാൻ കയറിയതാണ്. എത്ര മാസത്തെ എഗ്രിമെന്റിലാണ് അവൾ ഇവിടെ ജോലി ചെയ്യാൻ കയറിയിരിക്കുന്നത്? അത്രയും മാസം അവൾ ഇവിടെ കഴിഞ്ഞേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഇവിടെ നിന്നും പോവാൻ പറ്റത്തുള്ളൂ എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനൊന്നും എതിരായിട്ട് പറയാൻ പറ്റില്ല. മനു തന്റെ നിലപാട് ഉറപ്പിച്ചു. ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, അല്ലാതെ എനിക്കിനി ഇതിൽ ഇടപെടാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ഞാൻ രാജീവ് അങ്കിളിനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. എന്നിട്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി
പക്ഷേ അലീനയുടെ ദേഹത്ത് ഒരു തരി മണ്ണെങ്കിലും വീണാൽ, ഒരു പോറലുണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം മനു ഇവിടെ പറന്നെത്തും. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അവളെ ഞാൻ കൊണ്ടുവന്നതാണ്. ആ ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത്രയുമൊക്കെ പറഞ്ഞിട്ട് മനു നിരാശയോടെ അവിടെ നിന്നും തിരിച്ചുപോയി. കാരണം മനുവിന് വേറെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മനു പോയ ഉടനെ തന്നെ അലീനയുടെ അടുത്തേക്ക് കൃഷ്ണമോള് കയറി വന്നു. അലീനയും കൃഷ്ണമോളും തമ്മിലുള്ള ബന്ധം വളരെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. ഒരു വേലക്കാരിയേക്കാൾ ഉപരി അവൾക്ക് സ്വന്തം ചേച്ചിയായിരുന്നു അലീന. എന്നാൽ തന്റെ അച്ഛനും അമ്മയും വേർപിരിയാൻ പോകുകയാണെന്നറിഞ്ഞപ്പോൾ ഒരു വേലക്കാരിയെ പിടിച്ചു നിർത്തി പിന്തുണയ്ക്കേണ്ട ആവശ്യമൊന്നും കൃഷ്ണമോൾക്കില്ലായിരുന്നു. കൃഷ്ണമോള് നേരെ അലീനയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കണ്ണുകളിലത്തെ കണ്ണുനീർ കുതിർന്നു. ചേച്ചിയെ ഞാൻ ഇത്ര നാളും നല്ല രീതിയിൽ തന്നെയല്ലേ കണ്ടിരുന്നത്. എന്റെ സ്വന്തം ബബിത ചേച്ചിയേക്കാൾ കൂടുതൽ ഞാൻ ചേച്ചിയെ സ്നേഹിച്ചിട്ടുണ്ട്. ചേച്ചി നല്ലവളാണെന്നൊക്കെ എനിക്കറിയാം. ഈ കുടുംബത്തിനു വേണ്ടി ചേച്ചി ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഹോം നേഴ്സായി വന്നിട്ട് ഒരു വീട്ടിലെ ജോലി തനിച്ചാണ് ചേച്ചി എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ ഒരു അനിയത്തിയെ പോലെ ചേച്ചി സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കാല് പിടിച്ച് പറയാണ്, പ്ലീസ് ചേച്ചി, എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് അതുപോലെ തന്നെ വേണം. കൃഷ്ണമോൾ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. അവളുടെ വാക്കുകൾ അലീനയുടെ ഹൃദയം പിളർന്നു. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ആവശ്യമുണ്ട്. അവർ പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും പിരിയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ചേച്ചി ഇവിടെ നിന്നൊന്ന് പോയി തരാമോ എന്ന് ചോദിക്കാട്ടോ കൃഷ്ണമോള്. ദുഃഖഭാരം താങ്ങാനാവാതെ കൃഷ്ണമോള് വിതുമ്പി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ പറയുന്നതൊക്കെ ശരിയാണെന്ന്. എൻ്റെ അച്ഛനും അലീനയും ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കൃഷ്ണമോളുടെ ഈ വാക്കുകൾ അലീനക്ക് വീണ്ടും വല്ലാത്തൊരു ആഘാതമായി. എന്താ കൃഷ്ണമോളെ നീ ഈ പറയുന്നത്? അലീന ചോദിച്ചു. ഞാൻ സത്യമാ ചോദിക്കുന്നത് ചേച്ചി. എനിക്കും അങ്ങനെയൊക്കെ തോന്നിപ്പോവാണ്. കാരണം അത്രമാത്രം എൻ്റെ അമ്മ വേദനിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അമ്മ ഒരാളുടെയും മുന്നിൽ താഴ്ന്നു കൊടുക്കാറില്ല. വാശിക്കാരിയാണ്. പക്ഷേ എൻ്റെ അമ്മക്ക് എൻ്റെ അച്ഛനെ ആവശ്യമാണ്. ഞങ്ങളെയും ആവശ്യമാണ്. ഈ കുടുംബം ആവശ്യമാണ്. എനിക്കും എൻ്റെ കുടുംബം വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അലീന ചേച്ചി ഈ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ ഒരു ബാധ്യതയാണ്. പ്ലീസ് അലീന ചേച്ചി, ഇവിടെ നിന്നൊന്ന് ഒഴിഞ്ഞു പോയി തരാമോ? ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. കൃഷ്ണമോൾ നേരെ അലീനയുടെ കാൽക്കൽ വീഴാൻ തുടങ്ങിയപ്പോൾ അലീനയുടെ മനസ്സിൽ വീണ്ടും ആകെ തകർന്നു പോവാണ്. അവൾ വീണ്ടും വല്ലാത്തൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു. അലീനക്ക് അവിടെ നിന്നും പോവാൻ പറ്റിയില്ല. അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തിയുടെ ജീവിതം തീർന്നു. ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിക്കും. അതുകൊണ്ട് അലീനക്ക് അവിടെ നിന്ന് ഒരിക്കലും പോകാൻ പറ്റില്ല. എന്നാൽ സത്യം തുറന്നു പറയാനും പറ്റില്ല. ചെകുത്താനും കടലിനും നടുക്ക് നിൽക്കുന്ന ഒരവസ്ഥയാണ് അലീനക്കിപ്പോ. ഒരു ഭാഗത്ത് സ്വന്തം ജീവിതം, മറുഭാഗത്ത് ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ്. രഹസ്യം പുറത്തുവിടാനുള്ള പ്രതിജ്ഞ അവളെ ചങ്ങലക്കിട്ട് ബന്ധിച്ചു. അവളുടെ നിസ്സഹായത ആ വീട്ടിലെ ഓരോ ചുമരിലും വേദനയായി നിറഞ്ഞു നിന്നു. അലീനയുടെ ആ നിമിഷത്തിലെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? എന്റെ മൗനം ഒരു കുടുംബത്തെ തകർക്കുമോ? അതോ എന്റെ വാശി എന്നെ സംരക്ഷിക്കാനായി ഞാൻ എടുത്ത ഉറച്ച തീരുമാനം ഈ ബന്ധത്തെ രക്ഷിക്കുമോ? ബ്രിജിത്താമേ, എനിക്കൊന്നും ചെയ്യാൻ വയ്യ. ആ ഉത്തരമില്ലാത്ത ചോദ്യം അവളുടെ ആത്മാവിൽ ഒരു ഭാരമായി അമർന്നു. വൈജയന്തിയുടെ സംശയവും കൃഷ്ണമോളുടെ അപേക്ഷയും ബാലചന്ദ്രന്റെ മൗനവും മനുവിന്റെ നിസ്സഹായതയും എല്ലാം അവളെ ഒരു അഗ്നിപരീക്ഷയ്ക്ക് തള്ളിവിട്ടു. നാളത്തെ ദിവസം ഏതായാലും ആ കുടുംബത്തിന്റെ വിധി തന്നെ നിർണ്ണയിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഈ സംഭവങ്ങൾക്കെല്ലാം ഒടുവിൽ വൈജയന്തി രാജീവിനെ വിളിക്കുന്നുണ്ട്. ഇനി രാജീവേട്ടനൊന്ന് ഇങ്ങോട്ടേക്ക് വരാമോ? അതോ ബാലചന്ദ്രൻ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ കുടുംബം. രാജീവൻ അങ്ങോട്ടേക്ക് വരുന്നതോടുകൂടെ തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് വമ്പൻ ട്വിസ്റ്റ് നിരുന്ന എപ്പിസോഡ് തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും രാജീവൻ വന്നിട്ട് വൈജയന്തി പോലും പെരുമാറുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.